പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. ഒരിക്കലും പെണ്ണിനെ പരസ്യമായിട്ട് അപമാനിക്കരുത്, പരസ്യമായിട്ടോളെ അപമാനിക്കരുത്. കുടുംബക്കാരുടെ ഇടയിൽ ചിലപ്പോൾ ദീനിനെ പരിഹസിക്കും. ഓക്ക് വലിയ ദീനാ, ഓള് വലിയ ദീനിന്റെ നടുക്കണ്ട. ഇതാരോടാ പറയാ? അവനാന്റെ കുടുംബക്കാരോട്. കുടുംബക്കാരെല്ലാവരും ഓളെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കൊരു രസം. ഇനി അപമാനിക്കൽ പുറത്തുനിന്നുണ്ട്. ഞാൻ നാളെ ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയി, ഞാനും വൈഫും മക്കളും ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓളിങ്ങനെ വിറച്ചിട്ട് ഇതെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇത് ഞാൻ കണ്ണൂരിട്ടുണ്ട്, ഓളാടെ തന്നെ വെച്ച് മറ്റേ എടുത്തു നോക്കി, ഇത് വിറച്ചിട്ട് ഇങ്ങനെ സാധു ഇങ്ങനെ വിറച്ച് നിൽക്കുക. ഏതാ എടുക്കേണ്ടിയെന്ന് ഒന്ന് അടുത്ത് വന്നേ, ഇതെനിക്ക് ചേരൂലടി, ആ കളർ എനിക്ക് നല്ല ഭംഗിയുണ്ട്, എന്തായാലും പോയതല്ലേ. എന്നിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അവസാനം പീഡിയക്കാരൊക്കെ അങ്ങനെ നോക്കുക. ഓനലോടി ഫോണെടുത്ത് ഞരണ്ടി ഓളെ ഇടയ്ക്കിടെ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിച്ച്, മക്കളാണ് എമ്മാൻ്റെ തട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചുരിദാറിൻ്റെ മറവ് കൂടെ ഇങ്ങനെ ബേജാറായി നിന്ന് ആർക്കോ വേണ്ടി കുറച്ച് സാധനം എടുത്തു പോയി. ഇതൊക്കെയാ പല കുടുംബത്തിലും. ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കരുത്. മറ്റൊരാളോട് പെണ്ണിനോട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഞാൻ നിർത്തുകയാണേ, സമയം അധികരിച്ചു എന്നറിയാം. ഒരു സ്വന്തം പെണ്ണിനൊരിക്കലും വേറൊരാളോട് താരതമ്യം ചെയ്യരുത്. അതെന്തിലായാലും, ഭക്ഷണമാണെങ്കിൽ പോലും. നബീലിൻ്റെ പുരേ പോയപ്പോൾ എൻ്റെ ഓളുണ്ടാക്കിയൊരു കൂട്ടാനുണ്ട്, എന്നാൽ പിന്നെ അടുത്ത പണക്കിന് ഓൾ നിങ്ങളോട് അറിയാം, എന്നാൽ പിന്നെ നബീലിൻ്റെ പേർക്ക് പോയിക്കൂടെ അതിനോട്. അതുകൊണ്ട് ആ ഒരു പെണ്ണിനെ താരതമ്യം ചെയ്യരുത്. നമ്മൾ ഓക്ക് പടച്ചോൻ കൊടുത്തൊരു കൈപ്പുണ്യവും ഭക്ഷണവും ഉണ്ട്, അതിനെ കുറ്റം പറയരുത്. ഉള്ളത് തിന്നുക.